എല്ലാവർക്കും നമസ്കാരം. ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ധ്വജവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ക്ഷേത്രത്തിലെ ധ്വജത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? അഷ്ടദിക്പാലകന്മാർ, വാഹനം, കൊടിക്കൂറ. ധ്വജത്തിലെ വാഹനം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പുരുഷ പ്രതീകത്തെ പ്രതിനിധീകരിക്കുന്നു. കൊടിക്കൂറ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പ്രകൃതി ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. കൊടിമരം ശരീരത്തിൻ്റെ ഏതു ഭാഗമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? നട്ടെല്ല്. കൊടിമരം ശരീരത്തിൻ്റെ നട്ടെല്ലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കൊടിമരത്തിൻ്റെ സ്ഥാനം ക്ഷേത്രത്തിൽ എവിടെയാണ്? ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്ക്. ബലിക്കൽ പുരയ്ക്കും ആനക്കൊട്ടിലിനും ഇടയ്ക്കാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം. കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില നപുംസകശില. കൊടിമരത്തിന് ഉപയോഗിക്കുന്ന ശില നപുംസകശില. കൊടിമരത്തിൻ്റെ അടിഭാഗം ഏതു ഭാഗത്തെ കുറിക്കുന്നു? ബ്രഹ്മഭാഗം. കൊടിമരത്തിൻ്റെ മധ്യഭാഗം ശിവഭാഗത്തെയും കുറിക്കുന്നു. കൊടിമരത്തിൻ്റെ മുകൾ ഭാഗം വിഷ്ണു ഭാഗത്തെയും കുറിക്കുന്നു. അതായത് കൊടിമരത്തിൻ്റെ അടിഭാഗം ബ്രഹ്മഭാഗം, മധ്യം ശിവഭാഗം, മുകൾ ഭാഗം വിഷ്ണുഭാഗം. ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നതെന്ത്? ദേവവാഹനം. ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത്? തേക്ക്. ശിവൻ്റെ ധ്വജവാഹനം, അതായത് ദേവവാഹനമാണ് ധ്വജത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ശിവൻ്റെ വാഹനം എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ശിവൻ്റെ ധ്വജവാഹനം നന്ദികേശൻ, ദേവിയുടെ ധ്വജവാഹനം സിംഹം, വിഷ്ണുവിൻ്റെ ധ്വജവാഹനം ഗരുഡൻ, സുബ്രഹ്മണ്യൻ്റെ ധ്വജവാഹനം കോഴി, അയ്യപ്പൻ്റെ ധ്വജവാഹനം കുതിര. മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ച് നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേരെന്ത്? ഇന്ദ്രധ്വജം. മഴയ്ക്ക് വേണ്ടി ഇന്ദ്രനെ സ്മരിച്ച് നാട്ടുന്ന കൊടിമരത്തിൻ്റെ പേര് ഇന്ദ്രധ്വജം. ഇന്ദ്രധ്വജ പ്രതിഷ്ഠയ്ക്കുള്ള ശുഭമുഹൂർത്തം ഭദ്രമാസത്തിലെ ശുക്ലദ്വാദശി നാൾ. ധ്വജത്തിന് താഴെ പ്രതിഷ്ഠിക്കുന്നതെന്ത്? അഷ്ടദിക്പാലകന്മാർ. ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായി. ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ വാതിൽ കണക്കിന് അനുപാതമായാണ് ധ്വജത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. കൊടിമരമില്ലാത്ത ക്ഷേത്രം നിർമ്മിക്കരുതെന്ന് പറയുവാൻ കാരണം കൊടിമരമില്ലാത്ത ക്ഷേത്രത്തിൽ അസുരന്മാർ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് മൂലം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നന്ദി.